വെൽക്കം ടു റൂട്ട്സ് കുക്ക് ബുക്ക്. നീളം പയർ അഥവാ ലോങ് ബീൻസ് കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. ആദ്യം കുറച്ച് നീളം പയർ ഞാൻ 1/2 കിലോ അടുപ്പിച്ചിട്ടുണ്ട്, അത് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളിയും 5-6 വെളുത്തുള്ളിയും ചതച്ചെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആദ്യം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അല്പം അതൊന്ന് സോട്ടഡായി വരുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ടു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാരണം പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ സ്പൈസ് ഒന്നും ആഡ് ചെയ്യില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇനി അടുത്ത റെഡ് ചില്ലി പൗഡർ, അതൊരു 1.5 ടേബിൾ സ്പൂണോളം വരും. അതും ഇട്ടിട്ട് ഇതിൽ ഈ കൂട്ട് നന്നായിട്ട് ഈ ഉള്ളിയിൽ വഴഞ്ഞു പിടിക്കണം. എന്നിട്ടാണ് ഇനിയിപ്പം പയർ ആഡ് ചെയ്ത് കൊടുക്കുക. പയറിൽ ഇത് മുഴുവൻ സോട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടാമത് ചില്ലി പൗഡറോ ടേമറിക്കോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയൊക്കെ അതിൽ വഴഞ്ഞു പിടിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണത്. നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പയർ വേകാൻ വെള്ളം എത്രയാണോ അത് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഇതിലിപ്പോൾ ആദ്യം ചേർക്കുന്ന എണ്ണ മാത്രമേ ഉള്ളൂ, രണ്ടാമത് എണ്ണയും ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഇനി അടച്ചു വെച്ച് വേവിക്കാം. പയർ വെന്തോന്ന് നോക്കാം. പയർ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറച്ച് വറ്റി വരണം. ലോ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. ഈ സമയത്ത് അല്പം കായപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല സ്വാദായിരിക്കും. ഞാൻ ഇപ്രാവശ്യം ചേർത്തിട്ടില്ല കായപ്പൊടി. വെള്ളം വറ്റി കഴിഞ്ഞു. അത് നന്നായിട്ട് കൂട്ട് പെരണ്ട് വരണം. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് നേരത്തെ ഉള്ള എണ്ണ തന്നെ അടിയിലുണ്ടാവും. അത് നല്ല മുരിഞ്ഞു വരും. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി അല്പം കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി മൊരിച്ച് എടുത്താൽ മതി. ലോങ് ബീൻ സ്റ്റർ ഫ്രൈ റെഡി ആയിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.